വെൽക്കം ബാക്ക് ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ. വിഷു ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ വേണ്ടേ? അപ്പോൾ സ്പെഷ്യലായിട്ട് ഒരു പായസം തന്നെ ആയിക്കോട്ടെ. വളരെ സിമ്പിളായിട്ട് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പരിപ്പ് പ്രഥമൻ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചെറുപയർ പരിപ്പ്, കടലപ്പരിപ്പല്ല കേട്ടോ, അത് ചെറുപയറിൻ്റെ പരിപ്പ് ഉണ്ടാവില്ലേ, ആ ഒരു പരിപ്പാണ് എടുത്തിട്ടുള്ളത്. 500 ഗ്രാം 1/2 കിലോന്. അതുപോലെ തന്നെ 450 ഗ്രാം ശർക്കരയാണ്. മധുരം ഇത്ര വേണ്ടാത്തവർക്ക് കുറച്ച് ഒഴിവാക്കാം കേട്ടോ. പിന്നെ ഏലക്കായപ്പൊടി 1 ടീസ്പൂൺ, അതുപോലെ തന്നെ ചുക്കുപൊടി 1/2 ടീസ്പൂണ്, ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂണ്, പിന്നെ ആവശ്യത്തിന് തേങ്ങാക്കൊത്ത്. പിന്നെ നിങ്ങൾക്ക് കാഷ്യൂ നട്ട്സ് വേണമെങ്കിൽ കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്യാം, മുന്തിരി വേണമെങ്കിൽ മുന്തിരി ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് 1-ാം പാല്, അതുപോലെ തന്നെ 2-ാം പാലും. ഒരു നാളികേരത്തിൻ്റെ 1-ാം പാലും 2-ാം പാലുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യമായി പ്രഷർ കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂണ് പശു നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ നന്നായി കഴുകി വൃത്തിയാക്കിയ ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു പച്ചച്ചുവ മാറുന്ന വരെ വഴറ്റി കൊടുക്കണം. ജസ്റ്റ് ഒന്ന് വഴണ്ടാൽ പോരാ, ആ ഒരു പച്ചച്ചുവ ഉണ്ടല്ലോ അത് മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്ന പോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. 2-ാം പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം ഈ ഒരു പരിപ്പിൻ്റെ മുകളിൽ വരണം നമ്മുടെ 2-ാം പാല്. അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുക്കർ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ആ സമയം കൊണ്ട് നമുക്കിവിടെ ശർക്കര ഉരുക്കാൻ വെക്കാം. ഞാൻ നേരത്തെ എടുത്ത 450 ഗ്രാം ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പരിപ്പൊക്കെ കറക്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. 2 വിസിൽ മാത്രം മതി. പരിപ്പൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതിനുശേഷം നമ്മൾ ആ പരിപ്പിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അതിലെന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ശർക്കര പാനി ഒന്ന് സ്ട്രെയിൻ ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു ശർക്കരപ്പാനിയും ഈ ഒരു പരിപ്പും കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ചൂടുവെള്ളം വേണമെങ്കിൽ അത്യാവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. കാരണം അത് ഓൾറെഡി നല്ല തിക്കായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചൂടുവെള്ളം അതിന് ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു പായസം ലൂസാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികളായിട്ടുള്ള ഏലക്ക പൊടി, ചുക്ക് പൊടി, അതുപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി, ചെറിയ ജീരകമാണ് കേട്ടോ. അപ്പോൾ ആ 3 പൊടികളും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് 1-ാം നാളികേരപ്പാലാണ്. ആ 1-ാം നാളികേരപ്പാൽ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്ത് ജസ്റ്റ് ഒരേ ഒരു തള വന്ന ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ കുറുകി വരും കേട്ടോ. അതാണ് ഈ പരിപ്പ് പായസത്തിൻ്റെയൊക്കെ പ്രത്യേകത, അതാണ് ഒന്നും കൂടെ കുറുകി വരും. ആ മധുരം ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങ കൊത്തുണ്ടാവില്ലേ, തേങ്ങാക്കൊത്ത്, നാളികേരത്തിൻ്റെ കൊത്ത് ഒന്ന് വറുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് നല്ല പശു നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു നാളികേരക്കൊത്ത് അത് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഇനി അണ്ടിപ്പരിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അണ്ടിപ്പരിപ്പോ കിസ്മിസോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തേങ്ങാക്കൊത്ത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആ തേങ്ങാക്കൊത്തൊന്ന് വറുത്തതിന് ശേഷം അതും ഈ ഒരു പായസത്തിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്താൽ നമ്മുടെ പായസം റെഡിയായി. അപ്പോൾ ഈ വരുന്ന വിഷുവിന് ഇത് തന്നെ ആയിക്കോട്ടെ താരം അല്ലേ. വളരെ ഈസി ആയിട്ട് ആർക്കും വീട്ടിൽ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു പായസമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നന്മയുടെയും വിഷു ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.